കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഔദ്യോഗികമായി എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജൂൺ 4 ഇന്ന് സംസ്ഥാനത്ത് കാലവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ് മുഴുവനായും അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിനെയും ഭൂരിഭാഗം മേഖലകളിലും കാലവർഷം വ്യാപിച്ചു. ജൂൺ 1 കേരളത്തിൽ കാലവർഷം സാധാരണഗതിയിൽ തുടങ്ങാറുള്ളത്. എന്നാൽ ഇത്തവണ സാധാരണയേക്കാൾ 3 ദിവസം വൈകി ജൂൺ 4 കാലവർഷം എത്തിയത്. നേരത്തെ മെയ് 26 കാലവർഷമെത്തുമെന്ന പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ അത് പാളിപ്പോവുകയായിരുന്നു. കാലവർഷം എത്തിയതോടെ കേരളത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ജൂൺ 4 മുതൽ ജൂൺ 9 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ചില പ്രദേശങ്ങളിൽ 7 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരും. മഴയുടെ തീവ്രത ക്രമേണ വടക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കാനാണ് സാധ്യത. ഈ ആഴ്ച അവസാനത്തോടെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും മധ്യ അറബിക്കടലിലെ ചില ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപ് മുഴുവനായും കേരളം, മാഹി എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലേക്കും കന്യാകുമാരി മേഖലയുടെ ബാക്കി ഭാഗങ്ങളിലും ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ്, മധ്യ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും കാലവർഷം എത്തിയിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങളിൽ മധ്യ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ഗോവ പൂർണ്ണമായും, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങൾ, കർണാടകയുടെ കൂടുതൽ ഭാഗങ്ങളും തമിഴ്നാടിന്റെ ബാക്കി ഭാഗങ്ങളും ഒക്കെ ചേർന്ന് കനത്ത മഴയായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ മധ്യ വടക്കു കിഴക്കൻ മേഖലകളും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കാനുള്ള സാധ്യതയും കണക്കുകൂട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.